ഇവിടുത്തെ ബിൽഡിംഗ് ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. എന്ത് രസാ. ഇതൊക്കെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുള്ള ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നുണ്ട്. ഈ കോഫി ഷോപ്പ് ഫേമസ് കോഫി ഷോപ്പാണ്. വിയറ്റ്നാമിൽ സൈക്കിളിലെ ആൾക്കാരെ കൊണ്ടുപോകണം. ഫ്രണ്ടിൽ ഇരുത്തിയിട്ട് ഇങ്ങനെ സൈക്കിൾ ചവിട്ടും ആൾക്കാർ. ഇതിവിടുത്തെ മെയിൻ പരിപാടിയാണ്. നമ്മളിവിടുന്ന് ഇറങ്ങാണ്. ഇവൻ്റെ ഒന്നും വാക്ക് കേട്ടിട്ട് ഇവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് ആരും വരാൻ നിൽക്കണ്ട. ഇന്ത്യയിൽ നിന്ന് ഈ ഹോസ്റ്റലാണ് പണി തന്നെ. ഉമാരുടെ ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും നമസ്കാരം, നിഫി വ്ളോഗ്സ് ആണ്. ഞാനിപ്പോൾ ഉള്ളത് വിയറ്റ്നാമിലെ ഹനോയിലാണ്. ഹനോയിൽ ബൊഫല്ല ഹോസ്റ്റലിലാണ് ഞാൻ താമസിക്കുന്നത്. അത്യാവശ്യം നല്ല ഹോസ്റ്റലാണ്. ബ്രേക്ക്ഫാസ്റ്റ് അടക്കം 660 രൂപയാണ് വരുന്നത്. ഇവിടെ ഫുൾ ഫുഡ് ഏരിയ, മസാജ് പാർലർ, പാർട്ടി അങ്ങനത്തെ ഉള്ള ഏരിയ ആണ്. ഞാൻ ഈ ഏരിയയിൽ താമസിക്കാനുള്ള കാരണം, ഇവിടുത്തെ ടൂറിസ്റ്റ് ഏരിയ ഈ ഏരിയയിലാണ് ചുറ്റിപ്പെട്ട് കിടക്കണേ. നമുക്ക് വാക്കബിൾ ഡിസ്റ്റൻസിൽ എല്ലായിടത്തും എത്താം. ഫസ്റ്റ് നമുക്ക് പൈസ എക്സ്ചേഞ്ച് ചെയ്യണം, പിന്നെ സിം എടുക്കണം, കുറേ പരിപാടികളുണ്ടോ. വിയറ്റ്നാമിന്റെ ഏറ്റവും വലിയൊരു കാര്യമാണ് കോഫി ടീ. ഞാൻ ലാവോയിൽ വെച്ച് കാതറി എന്ന് പറഞ്ഞ ഒരു ആളെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവര് പറഞ്ഞു വിയറ്റ്നാം പോവുകയാണെങ്കിൽ എന്തായാലും കോഫി കുടിക്കണം എന്ന് പറഞ്ഞേ. വിയറ്റ്നാമില് സൈക്കിളിലെ ആൾക്കാരെ കൊണ്ടുപോകണം. ഫ്രണ്ടിൽ ഇരുത്തിയിട്ട് ഇങ്ങനെ സൈക്കിൾ ചവിട്ടും ആൾക്കാർ. ഇതിവിടുത്തെ മെയിൻ പരിപാടിയാണ്. ഇവിടെ കുറേ മണി എക്സ്ചേഞ്ച് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ മണി എക്സ്ചേഞ്ച് എത്രയാണെന്ന് നോക്കാം. ഒരു സ്ഥലത്ത് ചോദിച്ചപ്പോൾ ഒരു USDക്ക് 25,700, വേറെ സ്ഥലത്ത് ചോദിച്ചപ്പോൾ 25,900. ശരിക്കും റേറ്റ് വരുന്നത് 24,560 രൂപയാണ് ശരിക്കും കാണിക്കണേ. നമ്മുടെ ഐഫോൺ കൺവേർട്ടറിൽ ചെറിയ ചെറിയ കടകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ടൗണാണ്. ഇതൊരു ചെറിയ റോഡും അപ്പുറം ഇപ്പുറം കുറേ കടകളും അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ബാങ്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു ചേച്ചി ഒരു കാർഡ് എഴുതി തന്നിട്ടുണ്ട്. ഇത് കാണിച്ചാൽ മതി ബാങ്കിലേക്കുള്ള വഴി പറഞ്ഞുതരും എന്നാണ് പറഞ്ഞത്. ഫൈനലി അങ്ങനെ നമുക്ക് ബാങ്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും അടച്ചിട്ടേക്കാന്ന് തോന്നുന്നുണ്ട്. ബാങ്ക് കാര്യങ്ങളെല്ലാം അവിടെ അടച്ചിട്ടേക്കാം. നേരത്തെ ഒരു സ്ഥലത്തേക്ക് പോയിണ്ടായിരുന്നു. ആള് 25,900 തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു സായിപ്പിനെ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ആളുടെ അടുത്ത് ചോദിച്ചു എത്രയാണ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു 25,900 ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് അത്രയൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞു. 25,900 കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ തന്നെ മാറ്റാം. ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഒരാൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൾ പറഞ്ഞു അതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞു. ഇവിടെ ഫുള്ള് ടവലിൻ്റെയും ടോയ്ലറ്റ് പേപ്പേഴ്സിൻ്റെ കടകളാണ് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത്. പിന്നെ ഡ്രസ് മാർക്കറ്റ് കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഷൂസ് എല്ലാം മാനുഫാക്ചർ ചെയ്യണേ. അപ്പം ആദ്യം പൈസ മാറ്റണം. മാറ്റിക്കഴിഞ്ഞാൽ എനിക്ക് സിമ്മും കാര്യങ്ങളെല്ലാം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതേ ഇവിടെ $100 ഞാൻ കൊടുക്കുകയാണ്. $100 കൊടുത്തിട്ട് എനിക്ക് കിട്ടിയേക്കുന്നത് 25,90,000 രൂപയാണ്. ഇവരുടെ പൈസ കാൽക്കുലേറ്റ് ചെയ്യണേ എന്ത് ബുദ്ധിമുട്ടാണെന്ന് അറിയില്ല. അതുപോലെ ഞാൻ എത്ര ബുദ്ധിമുട്ടിയില്ല. അടിപൊളി. ഞാൻ ലക്ഷപ്രഭുവായി. 2 ലക്ഷം കൊടുത്തിട്ട് ഞാൻ സിം എടുക്കാണ് കേട്ടോ. അങ്ങനെ സിമ്മും കാര്യങ്ങളെല്ലാം എടുത്തു. ഇന്ന് ഭയങ്കര ചൂടുണ്ട്. ഇന്നലെ നല്ല മഴയുന്നു. നമുക്ക് ട്രെയിൻ സ്ട്രീറ്റിൽ പോവാം. അതിനു മുമ്പ് കുറച്ച് പരിപാടി ഉണ്ട്. എനിക്കൊന്നില്ലെങ്കിൽ ഫ്ലൈറ്റ് അല്ലെങ്കിൽ ബസ് അല്ലെങ്കിൽ ട്രെയിനോ ബുക്ക് ചെയ്യണം. അതിനുള്ള കാര്യങ്ങളെല്ലാം നോക്കണം. അപ്പോൾ ബസ് സ്റ്റേഷൻ്റെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഹനോയുടെ ടൂറിസ്റ്റ് ഏരിയയിൽ, അതായത് നമ്മുടെ ട്രെയിൻ സ്ട്രീറ്റ് പോകുന്ന വഴി മൊത്തം ഇങ്ങനെ കേട്ടോ. ഒരു ചെറിയ റോഡാണ്. അപ്പുറം ഇപ്പുറം കടകൾ. നോക്കി നടന്നില്ലെങ്കിൽ വണ്ടി കൊണ്ടുപോകും. ഫുൾ ഹോണടിയും ബഹള. ഇവിടെ ലാവോയിലും വിയറ്റ്നാമിലും എനിക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹോട്ടലിലത്തെ ആൾക്കാർ ബസ് ബുക്ക് ചെയ്ത് തരും. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് പിക്ക് ചെയ്ത് കൊണ്ടുപോകും. പക്ഷെ ഭയങ്കര റേറ്റാണ് കാണിക്കുന്നത്. അത്ര റേറ്റ് ഒന്നുമില്ല. ട്രെയിൻ വഴി പൊക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ടു എക്സ്പെൻസീവ് ആണ്, അതിനൊക്കെ അത് ഫ്ലൈറ്റ് പിടിക്കുന്നതാണ്, അങ്ങനെയൊക്കെയാണ് പറയണത്. നമുക്കൊന്ന് നോക്കാം. ഇവിടുത്തെ ബിൽഡിംഗ് ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. എന്ത് രസാ. ഇതൊക്കെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുള്ള ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നുണ്ട്. ഈ കോഫി ഷോപ്പ് ഫേമസ് കോഫി ഷോപ്പാണ്. തിരിച്ച് ഞാൻ ഹോസ്റ്റലിലേക്ക് എത്തേണ്ട വന്നു. ഒരു സംഭവം ഉണ്ടായി. ഞാൻ ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യാൻ പോവാം. കഥ പറഞ്ഞുതരാം എന്താ ഉണ്ടായെന്ന്. ഇത്ര ലഗേജ് കൊണ്ടാണ് ഞാൻ ട്രാവൽ ചെയ്യണത്. ഞാൻ എൻ്റെ അടുത്ത് ഇന്നലെ ചെക്ക് ചെയ്തപ്പോൾ എത്രയാണ് പറഞ്ഞിരുന്നത് എനിക്കൊരു ദിവസം എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടണമെന്ന്. അപ്പോൾ അവൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഫ്രീ ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തു. അതെൻ്റെ അടുത്ത് ചോദിക്കാതെ. ഞാൻ 12 ഡോമാണ് ബുക്ക് ചെയ്തത്. 12 പേര് ഒരു റൂമിൽ കിടക്കുന്ന ഒരു ഡോമാണ് ബുക്ക് ചെയ്തത്. എനിക്ക് 6 പേര് കിടക്കുന്ന ഇത് എനിക്ക് അപ്ഗ്രേഡ് ചെയ്ത് തന്നു. ഇപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു പൈസ കൂടുതൽ തരണം, ഒരു ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ, നമുക്ക് ഫ്രീ ആയിട്ട് തന്നതാണ്. അങ്ങനെയൊക്കെ പറഞ്ഞു ജാതി വർത്താനേ. ഞാൻ പിന്നെ എന്തിനാ നിൽക്കണേ. നമ്മളിവിടുന്ന് ഇറങ്ങാണ്. ഇവൻ്റെ ഒന്നും വാക്ക് കേട്ടിട്ട് ഇവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് ആരും വരാൻ നിൽക്കണ്ട. ഇന്ത്യയിൽ നിന്ന് ഈ ഹോസ്റ്റലാണ് പണി തന്നെ. ഉമാരുടെ ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു ദിവസം എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ 12 ഡോമായിരിക്കും ബുക്ക് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഇവന്മാരെന്ത് ചെയ്യും, അപ്ഗ്രേഡ് ചെയ്യും 6 ഡോമിലേക്ക്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഇതാകുമ്പോൾ വില കൂട്ടും. ഇതാണ് ഉമാരുടെ പരിപാടി. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഉമാരുടെ വർത്താനം കേട്ടിട്ടാണല്ലോ എനിക്ക് നിൽക്കണ്ടേ. എനിക്ക് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇത്ര ലഗേജ് ഉണ്ട്. എൻ്റെ ലാപ്ടോപ്പ് എല്ലാം ഉണ്ട്, ഡ്രസ്സ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ അവിടെ വയ്ക്കും.
അത് കഴിഞ്ഞിട്ട് ലാപ്ടോപ്പൊക്കെ പുറത്തേക്ക് എടുത്തിട്ട് വെച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ ട്രാവൽ ചെയ്ത് തിരിച്ച് വന്ന് പിറ്റേ ദിവസം പോകുന്നുണ്ടെങ്കിൽ അന്ന് രാത്രി തന്നെ പാക്ക് ചെയ്ത് വെക്കും. ഇതാണ് എൻ്റെ ഒരു സിസ്റ്റം. ഇതെല്ലാം കൂടി ലഗേജ് പിടിച്ച് ഇനി ചുമന്ന് നടക്കുക, അടുത്ത ഹോസ്റ്റൽ കണ്ടെത്തണം. നമ്മൾ നടന്നുകൊണ്ടിരിക്കുക, ഹോസ്റ്റലൊരെണ്ണം കണ്ടെത്തിയിട്ടുണ്ട്. എനിക്ക് ആകെ ഇതായിപ്പോയത് ഞാൻ ട്രാവൽ ചെയ്ത് കുറച്ച് സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുക. എനിക്ക് നാളെ ബസ് കിട്ടണം, ഫ്ലൈറ്റ് നോക്കണം, ട്രെയിൻ നോക്കണം. ഇതിൽ ഏത് അഫോർഡബിൾ ആയിട്ട് നോക്കിയിട്ട് എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ടി ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവന്മാരുടെ ഓരോ വിളിയും കാര്യങ്ങളെല്ലാം. ഇവന്മാർക്ക് രാവിലെ തന്നെ പറഞ്ഞു, രാവിലെ ഒന്നും പറഞ്ഞില്ല, ഫ്രീ ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തു. ഞാൻ പറഞ്ഞിട്ടാണ് അപ്ഗ്രേഷൻ തന്നെ. ഒരു ഹുദാമിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഹോസ്റ്റലിൽ എത്തിയേക്കാണ്. അവസാനം ഒരു ഹോസ്റ്റലിൽ ഞാൻ എത്തിയിട്ടുണ്ട്. $5 ഉണ്ടായിരുന്നുള്ളൂ. അതെ, ഇവിടെ കൊടുത്തേക്കായിരുന്നു. അടിപൊളി. അപ്പോൾ അവിടെ നിന്ന് മാറിയത് നന്നായി. അവിടെ ടൗലൊന്നും എനിക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല, ഇവിടെ ടൗലും കാര്യങ്ങളെല്ലാം കിട്ടി. അപ്പോൾ അതെ, ഞാൻ ഈ ഹോസ്റ്റലിലെത്തി. ഇതാണ് ഹോസ്റ്റല്. അത്യാവശ്യത്തിന് അടിപൊളി തന്നെയാണ്. നമ്മുടെ നാട്ടിലെ 450 രൂപയ്ക്ക് ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഈ ഹോസ്റ്റലിൽ വരുന്നത്. നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. ഇവിടെ പോകുന്ന വഴി കുറേ കടകളും കാര്യങ്ങളെല്ലാം കാണാം. പക്ഷെ ഇത് ഭയങ്കര തിക്കിക്കൂട്ടുള്ള ഒരു സ്ഥലം, അതാണ് എനിക്ക് തോന്നിയത്. ലാവോ ഭയങ്കര അടിപൊളിയാട്ടാ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ലാവോ കേട്ടാ. സത്യം പറയാം, ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ലാവോസ് ആണ്. ഇവിടെ കുറേ കടകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എന്താ പറയുക, ഡ്രസ്സ് കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് പറയും. അതൊക്കെ ഇപ്പം പിള്ളേർക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് എടുക്കാം. വാരം നമുക്കൊന്നും പറ്റിയതല്ല. ഇതാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ സംഭവം. ഇതിൽ അടിയിൽ നമ്പർ പ്ലേറ്റും കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട് കേട്ടോ. നല്ല പൈസയാണ് പറയണേ. ഞാൻ വന്നായിരുന്നു, ഇതേ പോണണ്ട. ഇവിടെ മൊത്തം കടകൾ മാത്രമേ ഉള്ളൂ. സുവീനിയേഴ്സുള്ള കുറേ ഷോപ്പുകൾ കണ്ടു. ഒരു സുവീനിയർ വാങ്ങിക്കണം. പിന്നെ ഡ്രസ്സ് കടകൾ ഇഷ്ടം പോലെയാണ്. പെൺപിള്ളേർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസാണ്. ധൈര്യമായിട്ട് വരാം. ഫാമിലി കോഫി, ഓർഗാനിക് കോഫി, വിയറ്റ്നാം കോഫി. ഇവിടെ എന്തായാലും ഒരു കോഫി ഞാൻ വാങ്ങിച്ചിട്ടേ പോകുള്ളൂ നാട്ടിലേക്ക്. കാരണം എൻ്റെ അടുത്ത് പറയും ചെയ്തു, എനിക്കിതിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഞാൻ ഒരു നാട് കാണാൻ പോകുമ്പോഴാണ് ആ നാടിനെ കുറിച്ച് ഞാൻ കുറച്ചൊക്കെ വായിക്കുക, കുറച്ചൊക്കെ മനസ്സിലാക്കുക. പിന്നെ കൂടുതൽ മനസ്സിലാക്കുന്നത് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ അവർ വിയറ്റ്നാം കറങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്നൊക്കെ ചോദിക്കും. അങ്ങനെയാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബുക്ക് വായിച്ചിട്ട് ഒരു കാര്യമില്ല. ബുക്കിൽ പറയുന്നത് പകുതി കള്ളമാണ്. കാരണം അവർ ട്രാവൽ ചെയ്തിട്ടും പോലും ഉണ്ടാവില്ല. അവർ പല വ്ളോഗുകളും കണ്ടിട്ട് ബുക്കിൽ എഴുതി കൂട്ടുന്നതാണ്. അതെനിക്കറിയാം. കാരണം പണ്ട് പഠിച്ചിട്ടുണ്ട്. താജ്മഹൽ എവിടെയാണ്? ഡൽഹി. മിക്കവർക്കും പഠിച്ചിരിക്കുന്നത് താജ്മഹൽ ന്യൂഡൽഹിയിലാണ്. താജ്മഹൽ ന്യൂഡൽഹിയിലല്ല, ഡൽഹിയിലല്ല, ആഗ്രയിലാണ്. വേറെ സ്റ്റേറ്റാണ് വരുന്നത്. UP-യിലാണ് താജ്മഹൽ വരുന്നത്. അങ്ങനെ കുറേ മണ്ടത്തരങ്ങൾ ബുക്ക് വായിച്ചാൽ നമ്മളെ ഇതിൽ ഫീഡായി. ശരിക്കും റിയാലിറ്റി വേറെയാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഈ യാത്രയിൽ ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആളുടെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. അവർക്ക് വേണ്ടി ബുക്ക് എഴുതി കൊടുക്കാം, കുറേ യാത്രാ വിവരങ്ങളും കാര്യങ്ങളെല്ലാം എഴുതി കൊടുക്കാം. അവരൊന്നും പോയിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ യാത്രാനുഭവമാണ് എഴുതിയിട്ട് അവരുടെ പേരിൽ സെയിൽ ചെയ്യുന്നത്. അവർ പോയി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ കുറേ ടൈപ്പുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇവിടെ നോക്കിയ പെയിൻറ്റിങ്സിൻ്റെ കലവറയാണല്ലോ. ഇതിൻ്റെ ഉള്ളിൽ ഫുൾ പെയിൻറ്റിങ്സ് ആണ്. ഹോച്ചിമിനിൽ ഈ ഭാഗത്തൊക്കെയും മുട്ടിന് സിഗ്നൽസാണ്. എവിടെ നോക്കിയാലും സിഗ്നൽ അനുസരിച്ചാൽ കിടക്കാൻ പാടുള്ളൂ. ഇനി വണ്ടി മേത്തൊന്നിടിക്കും. ഇവിടെ കിട്ടിയില്ല ഒരു പെൻസോക്ക് C ക്ലാസ്. അടുത്തൊരു മെയിൻ ജംഗ്ഷൻ വന്നിട്ടുണ്ട്. അവിടെ പച്ചക്കത്തി നമുക്ക് നടക്കാം. ഇവിടെ അധികം ലക്ഷറി വണ്ടികൾ ഞാൻ കണ്ടില്ല. ഉണ്ട്, പക്ഷെ കുറവാണ്. അങ്ങനെ നമ്മൾ നടന്ന് ഹനോയിലുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തി. നീ ട്രെയിൻ എപ്പോഴാണ് നോക്കണം, എത്ര രൂപയാന്ന് നോക്കണം. അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ ബുക്ക് ചെയ്യാണ്. എൻ്റെ പൊന്നെ, ഞാൻ ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയ പാട് അത് എനിക്ക് മാത്രം അറിയാം. ഒരു കാർക്ക് ഇംഗ്ലീഷ് അറിയില്ല. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ ട്രെയിനിൽ പോകാനുള്ള പ്ലാനിലാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ട്രെയിൻ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്ന് വെച്ചു. ഫ്ലൈറ്റ് ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആണ്. ഈ ട്രിപ്പിൽ ട്രെയിൻ അങ്ങോട്ട് പഠിക്കാം. അതും സീറ്റിംഗ് ആണ്. നമ്മുടെ ബസ് വരുന്നത് 3400 എത്ര രൂപയാണ്. ട്രെയിൻ വരുന്നത് 4100 രൂപ. 4100 കൊടുത്തിട്ട് ഞാൻ ട്രെയിനിൽ കയറി പോവാണ്. ഫ്ലൈറ്റ് വരുന്നത് 6500 രൂപയോളം വരും. 6000 രൂപ. പിന്നെ എൻ്റെ ബാഗേജ് എക്സ്ട്രാ വരും. അപ്പോൾ അതെ, എൻ്റെ ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട്. 12,58,000 കൊടുത്തിട്ട് ബുക്ക് ചെയ്തേക്കാണ്. അപ്പോൾ നാളെ നമ്മൾ ട്രെയിൻ എടുക്കണേക്കും 30 മിനിറ്റ് മുമ്പ് ഇവിടെ എത്തിയിട്ട് ചെക്കിങ് കാര്യങ്ങളെല്ലാം ചെയ്യണം. വേറെ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ 4100 രൂപ കൊടുത്തിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഫുൾ ബാക്ക് സീറ്റ് AC ട്രെയിനാണ്. സ്ലീപ്പറും പോലെയല്ല. അതൊരു 35 മണിക്കൂർ ഞാൻ അതിലിരിക്കണം. നോക്കാം, കാരണം എന്ന് വെച്ചാൽ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. പിന്നെ വിയറ്റ്നാം താമസത്തിനൊക്കെയും അടിപൊളിയാണ്. ഇവിടെ നിസ്സാര രൂപയുള്ളൂ.
പക്ഷേ നമ്മൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് മുമ്പ് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ്. അതിനൊക്കെ ഒന്ന് ലാവമാണ്. ലാവ് ഭയങ്കര അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് തകർക്കാൻ പറ്റും. പിന്നെ ലാവെന്ന് നിന്ന് ഞാൻ അഡ്വഞ്ചർ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ കാരണം കൊണ്ടാണ് ഞാൻ ഇവിടെ കൂടുതൽ സ്ഥലത്തേക്ക് പോകാത്തത്. പിന്നെ രണ്ടാമത്തെ എനിക്ക് സമയമില്ല, അടുത്ത് സിംഗപ്പൂർ പിടിക്കണം. ഒറ്റ യാത്ര കൊണ്ട് ഈ സ്ഥലം മൊത്തം കവർ ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. പിന്നെ എൻ്റെ ഭാര്യനെ ഈ സ്ഥലങ്ങളെല്ലാം കാണിക്കാൻ ഞാൻ കൊണ്ടുവരണം. എൻ്റെ ഭാര്യ എൻ്റെ കൂടെയുള്ള സമയത്തും നല്ല രസമായിരിക്കും. അപ്പോൾ ആ സമയമാകുമ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ആ ഹോസ്റ്റലിൽ തന്നെ രാവിലത്തെ മൈൻഡ് മൊത്തം ഇതാക്കി. എന്ത് ചെയ്യാനാ, പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും നടന്നു പോട്ടെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ചാലക്കുടിക്കാരുടെ വക. ബായ്.